അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ടൈം മൈ ലൈഫായിട്ടാണ്. ഞാൻ നിങ്ങളോട് ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ JRCയുടെ ദിവസത്തെ ഒരു ടൈം മൈ ലൈഫായിട്ട് ഞാൻ ഒരു ദിവസം വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. പിന്നെ അതുമല്ല, ഇന്ന് എൻ്റെ ഉപ്പ ലീവാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചിലപ്പോൾ വൈകുന്നേരം എവിടേക്കെങ്കിലൊക്കെ പോവലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്നും രാവിലത്തെ പോലെ ഇന്ന് ഞാൻ സ്കൂളിൽ പോകണോ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. എൻ്റെ വീട്ടിൽ എന്നും ഡെയിലി ഉള്ളതാണ്. ഉമ്മനോട് ഞാൻ ചോദിക്കും, ഇന്ന് ഞാൻ സ്കൂളിൽ പോകണില്ല, ഞാൻ നാളെ പോവാം എന്നുള്ളതാണ്. പക്ഷേ പോയേ പറ്റൂ, ഇന്നെ പായിപ്പിക്കും വെച്ച്. അങ്ങനെ പിന്നെ കുറേ നേരം പൂച്ചനെയായിട്ട് അട്ട നോക്കി നടക്കുകയാണ്. കാണിച്ചാൽ സ്കൂൾക്ക് പോവാൻ മടിയാണ്, പോയാൽ പിന്നെ കുഴപ്പമില്ല, പോകാൻ ഭയങ്കര മടിയാണ് എനിക്ക്. അങ്ങനെ പിന്നെ അവിടെയും ഇവിടെയൊക്കെ അട്ട നോക്കി നടന്ന് ലാസ്റ്റ് പിന്നെ ടൈം നോക്കിയപ്പോൾ 8:15 അപ്പോൾ പിന്നെ കുളിച്ച് മാറ്റാനുണ്ട്, ഈ കാണണമൊക്കെ നന്നാക്കാനും ഉണ്ട്, അയൺ ചെയ്യാനുണ്ട്, ചായ കുടിക്കാനുണ്ട്, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. എനിക്ക് 9:10 വീട്ടിൽ നിന്ന് പോകും വേണം. അപ്പം ഞാൻ ഒക്കെ ഒരു ഒറ്റ ഓട്ടത്തിൽ തീർക്കുകയാണ്. കാര്യമായിട്ടൊന്നുമില്ല, ഈ ഒരു മേശമ വലിച്ചിട്ട ബുക്കും പിന്നെ ഇന്നലെ രാത്രി മടിക്കി വെച്ചിട്ട് കൊണ്ടുപോയി വെക്കാത്ത കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കൊണ്ടുപോയി വെക്കണം. ഇതൊക്കെ ഞാൻ പിറ്റേ ദിവസത്തേക്ക് മാറും, പിന്നെ ചെയ്യാന്ന് പറഞ്ഞാണ് ഞാൻ മാറ്റി വെക്കുന്ന ഓരോ സംഭവങ്ങളാണ്. അപ്പം അതൊക്കെ ഒന്ന് നന്നാക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ എൻ്റെ പേര് ഫാത്തിമ ദിയ, ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതേപോലത്തെ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളാണ് ഉണ്ടാവുക, മെയിനായിട്ട് സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ കുട്ടി ബ്യൂട്ടി വ്ളോഗ്, കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ആർട്ട് വ്ളോഗാണ് നമ്മുടെ ചാനലുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് പറ്റിയ അടിപൊളി വീഡിയോസാണ്. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ അതാ ഞാൻ പിന്നെ ഇങ്ങനെ ഡ്രസ്സൊക്കെ അൾമാറയിലാക്കി എടുത്ത് വെക്കുകയാണ്. അൾമാറിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നോക്കേണ്ട ഒക്കെ ഇതേപോലെ ഞാനൊരു കഥയിൽ വെക്കണതാണ്. അങ്ങനെ പിന്നെ ബെഡ്ഷീറ്റൊക്കെ നന്നാക്കി പിന്നെ നേരെ JRC എടുത്ത് മേൽക്കൊറ്റൊരോട്ടാണ്. ഇനി ഇതൊക്കെ അയൺ ചെയ്യണം. ഈ ഒട്ടും നേരമില്ല, കുളിക്കാണ്ട് മാറ്റാണ്ട് JRC ആണ് മാറ്റണം. അങ്ങനെ പിന്നെ വേഗം ഇസ്തിരിയൊക്കെ ഇടുകയാണ്, അയൺ ചെയ്യാണ്. ഇസ്തിരി ഇടുക എന്നാണ് ഞങ്ങളിവിടെ പറയാൻ, നിങ്ങളവിടെ എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അയൺ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ JRC ഒക്കെ ഞാൻ അങ്ങനത്തെ അയൺ ചെയ്യും. ഇതൊക്കെ ഇന്ന പോലെയാണ്. രാവിലെ സ്കൂൾക്ക് പോകാനൊരു മടി, രാവിലെ സ്കൂൾക്കും മദ്രസ്ക്ക് പിന്നെ എനിക്ക് അത്രാണ്ട് ഫീൽ ചെയ്തില്ല. കാണിച്ചാൽ ആ ഉറക്കത്തിനാണ് ഹാലിക്ക് അതൊന്നും ചിന്തിക്കാനുള്ള നേരമില്ല. സ്കൂൾക്ക് പോകുമ്പോൾ ഇനിയിപ്പോൾ സ്കൂളിൽ പോകണോ എന്നുള്ളൊരു മടിയുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ആക്കുക. അങ്ങനെ വേഗം പോയി കുളിച്ച് മാറ്റി വന്നിട്ടുണ്ട്. കാണിച്ചാൽ അതൊന്നും എടുക്കാനുള്ള നേരം എനിക്കില്ല, കുറച്ച് നേരമുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോസ് എടുക്കണമല്ലോ. ഏത് വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ പൊതുവേ ചെയ്യുന്ന നേരത്തിൽ ഒക്കെ ചെയ്യാനേ ഉള്ളൂ. മീൻസ് വീഡിയോ എടുക്കുന്നുണ്ട് വിചാരിച്ച് കുറച്ച് നേരത്തെ തന്നെ ഒന്നും ചെയ്ത് വെക്കലൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കഥയാണ്. അങ്ങനെ പിന്നെ മാറ്റിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചായ കുടിക്കട്ടെ. ചായക്ക് എന്താ ചോദിച്ചാൽ ചപ്പാത്തിയും കോഴിമുട്ട കറിയുമാണ് ഉണ്ടായിരുന്നത്. ഞാനൊക്കെ ബ്രെഡും കൂട്ടിയിട്ടുണ്ടായിനി. അങ്ങനെ ഞാനിതാ സ്കൂളിലോട്ട് പോവാണ്. എൻ്റെ ഒന്നായിട്ടുള്ള ലുക്ക് ഇതാണ്, എൻ്റെ ബാഗൊക്കെ ഇട്ടാണ്. അങ്ങനെ പിന്നെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ക്ഷീണിച്ചു. എനിക്കിന്നൊരു 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ സംഗതി എന്താ പറഞ്ഞുതരാം. ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മോർണിംഗ് ക്ലാസ് ഉണ്ടേനി, മാത്സിന് മോർണിംഗ് ക്ലാസ് ഉണ്ടേനി. അപ്പം ഞാൻ മോർണിംഗ് ക്ലാസ്സിന് പോയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ കഴിയൂല. പക്ഷേ ഇവിടുത്തെ ബസ്സൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ മോർണിംഗ് ക്ലാസ്സിന് പോയില്ല. പക്ഷേ സാറിനോട് അതെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇന്ന് ക്ലാസ്സിൻ്റെ പുറത്തായിരുന്നു ആ പീരീഡ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇമ്പോസിഷനായിട്ട് 5 പ്രാവശ്യം ഇന്നെടുത്ത് മൊത്തം എഴുതണം. അതിനിപ്പോൾ എനിക്ക് ഇന്ന് എഴുതാനും കഴിയൂല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ലീവായതുകൊണ്ട് പുറത്ത് പോകലുണ്ടാവും. അപ്പം എനിക്ക് എഴുതാനും കഴിയൂല. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞേ ഇനി മോർണിംഗിന് പോവാണ്ടെന്ന്. അതിൻ്റെ അമ്മ പറഞ്ഞിപ്പോൾ ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞത്. ഇനി ലാസ്റ്റ് ഇപ്പോൾ പെട്ടെന്ന് ചെയ്താൽ എനിക്ക് കുറേ എഴുതാനും ഉണ്ട്. ഇന്ന് എങ്ങനെയാലും എഴുതാനും കഴിയില്ല. ഇനി എന്താ കാട്ടേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഞാൻ കുളിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് ഷോളും ഒരു ബ്ലൂ കളർ ജീൻസും ആണ് ഞാനുള്ളത്. പിന്നെ എൻ്റെ ഒരു ബാഗും ഞാൻ ഇതിനിപ്പോൾ പെയർ ചെയ്തിട്ടുണ്ട്. ഈ ബാഗുമ്മൽ ഞാനൊരു കീ ചെയിനൊക്കെ ഉണ്ടാക്കിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ആക്കുക. അപ്പോൾ കാര്യമായിട്ട് മേക്കപ്പ് എന്നൊന്നും പറയാനില്ല, ഒക്കെ ജസ്റ്റ് കണ്ണ് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അപ്പം അങ്ങനെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യില്ല എന്ന് ഞാൻ എന്നോട് തന്നെ ശബ്ദം എടുത്തതാണ്. അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടൂല. അങ്ങനെ ലിയൻ്റെ കോലാണിത്. ലിയൻ്റെ കോല എന്തോ പോലെ ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞ് ഈ ഷർട്ടൊന്ന് മാറ്റി കൊടുത്താളി. അങ്ങനെ പിന്നെ ഒക്കെ ടീഷർട്ട് ഇട്ട് കൊടുത്തു. ഒക്കെ കറുപ്പ് കളർ ഭയങ്കര രസമാട്ടോ ലിയക്ക്. കറുപ്പ് ടീഷർട്ടാണെങ്കിൽ ഒന്നും കൂടി ഭംഗിയാണ്. പിന്നെ ഒന്ന് ലിയൻ്റെ മുടിയൊന്ന് മുറിക്കാണ്ടേനി.
അപ്പം ലിയൻ്റെ മുടി ഇപ്പം ഏകദേശം നല്ല വളർന്നിട്ടുണ്ട്. പിന്നെ ഓളെ ഏറെ നല്ല ഉള്ളുണ്ട്, സത്യം പറയണല്ലോ, അത്യാവശ്യം ഉള്ളൊക്കെ ഉണ്ട്. അപ്പം നല്ല നീളമുള്ളതുകൊണ്ട് തന്നെ കൊണ്ടെടുക്കാൻ നമുക്ക് കഴിയൂല, ഓളായിട്ട് കൊണ്ടെടുക്കൂല, പിന്നെ നമ്മൾ കൊണ്ടെടുക്കണം. അത് പിന്നെ മെൻകടായതുകൊണ്ട് ഞങ്ങൾ മുറിച്ചു. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഈ ഷോർട്ട് ഹെയർ ആക്കാൻ. ഞാൻ കുറേ അവിടെ ഇരുന്ന് കച്ചറ ഉണ്ടാക്കി, പക്ഷെ എൻ്റെ സമ്മതിക്കണില്ല. പക്ഷെ ഞാൻ ഷോർട്ട് ഹെയർ ആക്കുന്ന എൻ്റെ അമ്മനോട് പറഞ്ഞു, എൻ്റെ ആഗ്രഹമല്ലേ, അങ്ങനെയല്ല ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സോപ്പ് ഇട്ടിക്കണേ, ചിലപ്പോൾ ഇനി മുറിക്കുമായിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഹൈലൈറ്റ് മാൾക്കാണ് പോയത്. പൊതുവേ ഇങ്ങനത്തെ എല്ലാ വീഡിയോസിലും ഹൈലൈറ്റും ലുലുക്കൊക്കെയാണ് പോകുന്നത്. ഇന്നും അതേപോലെ തന്നെയാണ്. ഹൈലൈറ്റ് മാൾ പോകുന്ന കാര്യമായിട്ട് എന്തിനാന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഈ വിൻറ്റേജ് കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് കാണാനൊരാഗ്രഹം. എനിക്ക് കാറിനോട് ഭയങ്കര ഇഷ്ടമാണ്. കാറ് എന്നല്ല, വണ്ടിനോട് പ്രാന്താണ്, വണ്ടിപ്രാന്താണ് എനിക്ക്. അപ്പോൾ കാറ് കാണണം എന്നുള്ളൊരു അർത്ഥത്തിലാണ് പോണി. പിന്നെ അതേപോലെ തന്നെ വല്ല ഓഫറൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാലോ. അങ്ങനെ മേലെത്തിയിട്ടുണ്ട്. അപ്പോൾ കാറൊക്കെ കണ്ടു. പഴയ മറ്റേ രാജാക്കന്മാരെ വണ്ടി പോലത്തെ കുറച്ച് അടിപൊളി കാറുകളൊക്കെയാണ്. പിന്നെ അതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. കാര്യമായിട്ട് ഇങ്ങനെ വേറെ പണിയൊന്നും ഇല്ല, കാരണം ഷോപ്പിംഗ് ഒന്നും ചെയ്യാറില്ല. പിന്നെ നെക്സ്റ്റ് പോയിട്ട് കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങണം എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ലിയക്ക് 2-3 ഫോട്ടോസൊക്കെ കാരണം മുന്നിൽ നിന്ന് എടുത്തു. ഫോട്ടോസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ലിയൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പോസ്റ്റാക്കി വിട്ടിട്ടുണ്ട് ആ ഫോട്ടോസ്, ലിയൻ്റെ ഫോട്ടോസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മേലെ പോയിട്ട് ജസ്റ്റ് ചായ കുടിക്കുകയാണ്. കാരണം വെച്ചാൽ വൈകുന്നേരമാണല്ലോ, അപ്പോൾ ചായ എൻ്റെ പെരയിൽ എല്ലാവർക്കും നിർബന്ധമാണ്. ഞാനായിട്ട് 5 പൈസക്ക് ചായ കുടിക്കൂല. പക്ഷെ എൻ്റെ നമുക്ക് ഇപ്പൊക്കെ അങ്ങനെയല്ലേ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ. ചായ പറഞ്ഞാൽ ഇവൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ചായ കുടിച്ചു. ഞാൻ ചായ ഒന്നും കുടിച്ചില്ല. ഞാനവിടെ എന്നോട് എന്തെങ്കിലും വാങ്ങിക്കോ പറഞ്ഞു, പക്ഷെ എനിക്ക് വേണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ താഴെ പോയി എന്തെങ്കിലും വാങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ താഴെ നെസ്റ്റൊക്കെ എത്തിയിട്ടുണ്ട്. നെസ്റ്റ് വന്നപ്പോൾ ലിയക്ക് കാര്യമായിട്ട് വേണി ഫോട്ടോ എടുക്കലാണ്. ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് ഓളും ഓരോന്ന് ഫോട്ടോ എടുക്കുകയാണ്. വലിയ TV ഒക്കെ വാങ്ങാനുള്ളവരെ പോലെ ഭയങ്കര ഡ്രാമയായിരുന്നു. പിന്നെ ഞാൻ പതിവ് പോലെ സ്കിൻ കെയർ മേക്കപ്പ് ഐറ്റംസിൻ്റെ അടുത്തേക്കാണ് പോയത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ വിചാരിക്കുന്നത് നമ്മൾ ടൈൽസ് ആണല്ലോ കാണിച്ചത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഈ ആളുകളുള്ള സ്ഥലത്ത് നിന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര ചമ്മലാണ്. അപ്പോൾ ഞാൻ ആൾക്കാരെ കാണുമ്പോൾ നിലത്തേക്ക് ആക്കണതാണ്, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇപ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ചോക്ലേറ്റിൻ്റെ കളക്ഷൻ എന്നൊന്ന് പറയാമല്ലോ, പൊതുവേ ഉള്ളത് തന്നെയാണ്. കാര്യമായിട്ട് അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ലുലു മാളിൽ ഭയങ്കര കളക്ഷനായിട്ട് ഒരു ചോക്ലേറ്റ്, ഡയറി മിൽക്കിൻ്റെ ഒക്കെ ഭയങ്കര കളക്ഷൻ പോലെ ഞാൻ ഏതോ റീലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആവുന്നില്ല കേട്ടോ. മറ്റേ ഡയറി മിൽക്കിൻ്റെ വലിയ അതൊക്കെ ഉണ്ട്. പിന്നെ ലിയത് അവിടെ എന്നത്തെയും പോലെ ഈ സൂപ്പർ മാർക്കറ്റ് അങ്ങനെ ഓരോ മാർക്കറ്റിക്ക് വന്നാൽ പെന്നും പെൻസിലാണ് ഓള് വാങ്ങുക. ഓക്കിപ്പോൾ മുട്ടായ്മലൊന്നുമല്ല ഇഷ്ടം. ഓക്കിപ്പോൾ പെന്നും പെൻസിലും ബുക്കും സ്കെയില് അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ നമ്മളെ മറ്റേ കുപ്പിയോടെ ഉണ്ടേനി വാങ്ങണം എന്നുണ്ടേനി, പിന്നെ എടുത്തിട്ടില്ല. പിന്നെ ഞാനെന്താ വാങ്ങിയെന്ന് വെച്ചാൽ ഒരു പെർഫ്യൂം വാങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെർഫ്യൂം, സത്യം പറയുകയാണല്ലോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. യാഡ്ലിൻ്റെ പോക്കറ്റ് പെർഫ്യൂം 3 വരുന്നത് എടുത്തു. അതിൻ്റെ വലുതുണ്ടേനി, പക്ഷേ എനിക്ക് 3 വേണമെന്നുള്ളതുകൊണ്ട് ചെറുതെടുത്ത്. പിന്നെ കുറച്ച് സ്കൂൾ ഐറ്റംസ് ഒക്കെ ഉണ്ടേനി, അതൊക്കെ നോക്കി നടക്കുക നല്ല ഭംഗിയാണ്. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഞാനൊക്കെ ഒരു ചെറിയ കുട്ടിയായിരുന്നുവെങ്കിൽ ഞാനൊക്കെ എപ്പോഴോ വാങ്ങി. എനിക്ക് അത്ര ഇഷ്ടമാണ്. പിന്നെ മിററിൻ്റെ ഭാഗത്ത് എല്ലാ പ്രാവശ്യം പോകും. ഇന്നും പോയി ഇങ്ങനെ നോക്കി. പിന്നെ ഈ ഒരു മിററിന് 200 രൂപ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും ഇതൊക്കെ തന്നെ വാങ്ങണേ, 20 റുപ്യേൻ്റെ ഇതേപോലത്തെ മടക്കി തുറക്കണ മിറർ വാങ്ങാൻ കിട്ടും, അത് മതിയില്ല. അതിൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ അതങ്ങനെ നോക്കി അവിടെ അതേപോലെ വെക്കും. അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. കാര്യമായിട്ടൊന്നും വാങ്ങാനില്ല. കുറച്ച് പച്ചക്കറി വാങ്ങാനുണ്ട്, വേറെ ഒന്നും വാങ്ങാനില്ല. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. കാര്യമായിട്ടൊന്നുമില്ല വാങ്ങാൻ. ഞങ്ങളത് നോക്കി ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ റമദാനൊക്കെ വരികയാണ്. അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. പക്ഷേ ഞങ്ങളെ വീട്ടിലെ നനച്ചൊലിപ്പണിയൊന്നും കഴിഞ്ഞില്ല. അപ്പം പിന്നെ വാങ്ങിയിട്ട് കാര്യമില്ല. ഇമ്മച്ചി എനിക്കൊരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തന്ന്. കാരണം ഈ ചോക്ലേറ്റ് കാഡ്ബറിൻ്റെയാണ്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണം. എൻ്റെ അമ്മച്ചി വാങ്ങി തന്നു. പിന്നെ വായകൾക്കിടയിൽ ഒരു ഒരു വലിയ വായ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഷോപ്പിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഷോപ്പിംഗൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് കുറച്ച് ഫ്ലവറിൻ്റെയും അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പിന്നെ ഞാൻ വാങ്ങണില്ല, കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ സാധനമൊക്കെ ബില്ലടിച്ച് പോവുകയാണ് പെരേക്ക്. എന്തെങ്കിലും ഫുഡ് കഴിക്കും വേണം. അങ്ങനെ ഞങ്ങൾ പോവാണ്.
ലിയ ഭയങ്കര ഹാപ്പിയാണ്. ലിയക്ക് പെന്നും പെൻസിലൊക്കെ കിട്ടിയോണ്ട് തന്നെ. അങ്ങനെ പിന്നെ മേലേക്ക് വെറുതെ കയറിയപ്പോഴാണ് മേലല്ല കാറുള്ളത്. പിന്നെ അങ്ങനെ താഴെ ഇറങ്ങി അങ്ങനെ എത്തി. ചോക്ലേറ്റ് അടിപൊളിയായിരുന്നു. ഇമ്മച്ചി എനിക്ക് ചോക്ലേറ്റ് വാങ്ങി തന്നു, ഇനി വേറെ ആരേക്കൊന്നും വാങ്ങിപ്പിക്കണ്ട, ഞാൻ തന്നെ വാങ്ങി തന്നാൽ മതിയില്ലേന്ന് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ പിന്നെ തിരിച്ചു പോകുന്ന വഴിയിൽ ഏതോ ഉത്സവമൊക്കെ ആയപ്പോൾ ഒരു ആനനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഷവായ ഹബ്ബിക്കാണ് ഫുഡ് കഴിക്കാൻ വന്നത്. ഞങ്ങൾ ഇതിന് മുന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു നട്ടപ്പാതിരായിരുന്നു ഒരു ദിവസം നമ്മളിങ്ങോട്ട് വന്നീനി. അപ്പം ഇവിടെ വന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. വന്ന് അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നം എന്താ അറിയില്ല, നമ്മളെ മന്തിക്ക് അറിയുമ്പോൾ മന്തിൻ്റെ ഒരില്ല, ഞാൻ സത്യമാണ് പറയണല്ലോ, അതുകൊണ്ട് പറയുകയാണ്. മന്തിക്ക് എന്തൊരു ബിരിയാണിൻ്റെ ഒക്കെ ഒരു ടച്ച്, ഒരു ബിരിയാണിയൊക്കെ ആയി വരും മന്തി. അരിയും അതൊക്കെ ശരിയാണ്, അതുതന്നെയാണ്. പക്ഷേ ഒരു ബിരിയാണിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു നെയ്യൊക്കെ കൂടിയാണ്ട്, പിന്നെ ഷവായൊക്കെ എന്തോ ഈ മുളക് പൊടി മാത്രം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുള്ളൂ. ഞാൻ സത്യം പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിരുന്നു. എനിക്ക് അത്ര വലിയ തൃപ്തിയായില്ല ഫുഡ് കഴിച്ചത്. പിന്നെ വാങ്ങിയതല്ലേ, അതുകൊണ്ട് വയറ് നിറച്ച് തിന്നു. അങ്ങനെ പിന്നെ പെരയിലൊക്കെ എത്തിയിട്ടുണ്ട്. എനിക്ക് നല്ല സങ്കടമായി. കാണിച്ചാൽ നല്ല വിചാരിച്ച് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞൊരു ഫുഡിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഒരു ചെറിയ സങ്കടമായി. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പെരയിലെത്തി. പിന്നെ എൻ്റെ പെർഫ്യൂമൊക്കെ അൺബോക്സ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്ര തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.